അങ്ങനെ പോയി 18 ദിവസം എക്സ്പെഡീഷനാ. അപ്പൊ നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റടിച്ച് ഒരു 6 ദിവസം ഞങ്ങൾ അവിടെ പെട്ടുപോയി. 5 to 6 days കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കിലുക്കം സിനിമയിലെ കിട്ടുണി ഓർമ്മിച്ചുകൊണ്ട് അവിടെ ഒരു വിളി. നമ്മുടെ സാറ്റലൈറ്റ് ഫോൺ എപ്പോഴും ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യാതെ ഓർമ്മയില്ലേ? പവർ സേവ് ചെയ്ത് വെക്കും സാറ്റലൈറ്റ് ഫോണിൽ. എന്റെ പൊന്ന് ശ്രീകണ്ഠൻ നായർ സാറേ, എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങോട്ട് പറയട്ടെ, നിങ്ങൾ ഗസ്റ്റിനെ വിളിച്ച് ഷോ നടത്തുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ഷോയാണ്. അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് സംസാരിക്കാൻ തന്നെ അനുവദിക്കും സാറേ. ഒന്നല്ലേ നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഫുള്ള് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ആദ്യം ചോദിച്ചു തീർക്കുക, എന്നിട്ട് അവർ പറയുന്നൊന്ന് കേക്ക്. സാർ ഈ ഒരു മീഡിയ പേഴ്സൺ അല്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ടാണ് സാറിന് അറിയാം. ബീങ് എ ലിസണർ അത് ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. സാറ് ഗസ്റ്റിനെ വിളിക്കുന്നത് നിങ്ങളെ ഷോ എങ്ങും ഓടി പോകത്തില്ല. സാറിന്റെ വെപ്രാളം കണ്ട അവര് പെട്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ഓടി പോകുന്നവരെ സാറി പറയുന്നത്. സത്യം ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട് സാറേ. നിങ്ങളുടെ ചാനലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഈ കോമന്റ്സ് ഒന്നും കാണാറില്ലേ വരുന്നേ? അത് ഒരുപാട് പേര് സത്യം പറഞ്ഞ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ ആൾക്കാർ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിന്ന് പോകുന്ന അത് കണ്ട് പഠിച്ച് എങ്ങനെയാണ് അതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളെന്ന് പഠിക്കാനും അത് കേൾക്കാനിരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. അവർക്ക് പോലും സാറ് സമ്മതിക്കുന്നില്ല. അവര് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സാർ അതിന്റെ ഇടയ്ക്ക് കയറി ചോദിച്ച് ഇറിറ്റേറ്റഡ് ആക്കുകയാണ്. ആക്ച്വലി ആ പറയാൻ വന്ന വിഷയത്തിൽ നിന്ന് പോലും പല ആൾക്കാരും മാറിപ്പോകും. ഈ ഒരു ഷോ മാത്രമല്ല, ഇതിപ്പം പല ഷോയിലും പല ഗസ്റ്റുകൾ വന്നിരിക്കുന്ന സാറിന്റെ ഇത് തന്നെ പരിപാടി. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത് സാറേ, ഗസ്റ്റിനെ വിളിക്കുമ്പോൾ സാറ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അവരെ ഫുള്ളായിട്ട് അത് പറഞ്ഞ് തീർക്കാൻ അനുവദിക്കുക. ഇനിയെങ്കിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് സാറേ, സീരിയസ്ലി. ഒരാളുടെ ഇടയ്ക്ക് സംസാരിച്ചിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട സാറിന് അറിയാം. സാർ മീഡിയ പേഴ്സൺ ആണ്, എത്ര വർഷങ്ങളുണ്ട് സാർ ഈ ഫീൽഡിലുള്ളതാണ്. സോ പ്ലീസ്, ഇത് റിക്വസ്റ്റ് ആണ്. ആ ഷോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് കാണുന്ന ഒരു സ്ഥിരം വ്യൂവർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ സാറ്. പ്ലീസ്, അവരിറങ്ങി എങ്ങും പോകത്തില്ല, നിങ്ങൾ നടത്തുന്ന ഷോ തന്നെ അല്ലേ. അപ്പൊ പ്ലീസ് ഈ വരുന്ന ഗസ്റ്റിന് സംസാരിക്കാനുള്ള ഒരു സമയം അലോ ചെയ്ത് കൊടുക്കും. അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് സാർ എത്തു കഴിഞ്ഞ് ചോദിച്ചു.